ഹലോ നമസ്കാരം എല്ലാവർക്കും മിസ്സിസ് നൈറ്റ്സിലോട്ട് സ്വാഗതം. എവിടെയാണപ്പാ പോയെന്ന് എന്തിട്ടന്നപ്പാ കഴിച്ചെന്ന് കുഞ്ഞങ്ങളെ വീട്ടിൽ നിന്ന് കുടുക്കച്ചി ബിരിയാണി കഴിച്ചെന്ന് നമ്മൾ ഇന്ന് ഈ പാട്ടില് കുടുക്കാച്ചി ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു പാട്ടൊക്കെ പാടിയത്. ഞാൻ അത്ര വലിയ പാട്ട് പാടുന്ന ആളൊന്നല്ല, എനിക്ക് നന്നായിട്ട് പാട്ട് പാടാനും അറിയത്തില്ല. പിന്നെ എൻ്റെ മോന് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണ് ഈ കുടുക്കാച്ചി ബിരിയാണിയുടെ പാട്ട്. ആള് എപ്പോഴും കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കുടുക്കാച്ചി ബിരിയാണി എന്ന് പറയുന്ന ഐറ്റം നമ്മുടെ ചാനലിൽ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വന്നിട്ടാണ് ഞാൻ ഇന്ന് ഈ വിഭവം ചെയ്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഖത്തറിലായതുകൊണ്ട് എനിക്ക് ശരിക്കും ആ കുടുക്ക പോലത്തെ ചട്ടി ഇവിടെ കിട്ടിയില്ല. ഞാൻ കുറച്ച് അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായ ഒരു ചെറിയ ചട്ടിയിലാണ് ചെയ്തേക്കുന്നത്. നിങ്ങളപ്പോൾ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു കുടുക്ക പോലത്തെ ചട്ടിയിൽ തന്നെ ചെയ്യാൻ നോക്കാം. ഞാൻ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടും എൻ്റെ ചട്ടി ചെറുതായതുകൊണ്ടും ദമ്മയാണ് പ്രോസസ്സ് മാത്രമാണ് ചട്ടിയിൽ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ സാധാ പാത്രത്തിലാണ് ചെയ്തത്. നമ്മൾ ചട്ടിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും ലൈറ്റ് കിട്ടത്തില്ല, അപ്പോൾ പിന്നെ ശരിക്കും കാണാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഒക്കെ വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾ ഗ്രേവി ഉണ്ടാക്കുന്ന ടൈമിൽ ചട്ടിയിൽ തന്നെ ചെയ്താൽ മതി. അപ്പോഴാണ് ശരിക്കും ആ മണ്ണിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഒക്കെ നമ്മുടെ ഫുഡിലോട്ട് വരത്തുള്ളൂ. ദം ചെയ്ത് എടുക്കുമ്പോഴും നമ്മുടെ ഈ കുടുക്കാച്ചി ബിരിയാണിൻ്റെ ഏറ്റവും പ്രത്യേകത അതാണ്. ശരിക്കും ആ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ഇല്ലേ, അതുപോലെ കിട്ടും. അപ്പം ഞാനിന്ന് പ്രോൺസ് വെച്ചാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ മട്ടൺ ഏത് വിഭവം വെച്ചിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ആണെങ്കിൽ അതെന്താണ് നിങ്ങൾ ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാൻ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഞാനെന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. നമുക്കപ്പോൾ വേഗം തന്നെ നമ്മുടെ കിച്ചണിലോട്ട് പോയിട്ട് കുഞ്ഞാങ്ങളേൻ്റെ കുടുക്കാച്ചി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മുടെ പ്രോൺസ് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിന് തന്നെ ഈ ബൗളിലോട്ട് 1 ടേബിൾ സ്പൂണോളം തൈര് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 300 ഗ്രാം പ്രോൺസ് ഉണ്ടാവും കേട്ടോ, അതിനുള്ള അളവാണ് പറയണത്. 1/4 ടേബിൾ സ്പൂണോളം 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചിക്കൻ മസാല ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ സാധാ ഗരം മസാല ഇട്ടാലും മതി, കുഴപ്പമില്ല. ചെമ്മീന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് മാഗ്നേഷൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അതിനുശേഷം കറി ഉണ്ടാകാനായിരിക്കും നല്ലത്. ഞാനപ്പോൾ ഇത് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. ആ ടൈം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് ഞാൻ ഇനി ഇതെടുത്തിട്ട് ഫ്രൈ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കിത് നേരെ ഫ്രിഡ്ജിലോട്ട് വിടാം കേട്ടോ.
നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2-3 ടേബിൾ സ്പൂണോളം നമ്മൾ നേരത്തെ സവാളയും മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കൊടുത്ത വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, സോറി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങോട്ട് ഓവർ ഫ്രൈ ആക്കരുത്, ലൈറ്റായിട്ട് മതി കേട്ടോ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, തൈര് ഇത്രയും ചേർത്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. ചെമ്മീൻ്റെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കട്ടെ. എനിക്കിപ്പോൾ ഇന്നിവിടെ കുറച്ച് വലിയ ചെമ്മീനാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറുതാണെങ്കിലും കുഴപ്പമില്ല. ഈ ചെമ്മീൻ്റെ പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്മീൻ അങ്ങനത്തെ മീനുകളും ഉപയോഗിക്കാം. ഇനി അതൊന്ന് ഷാലോ ഫ്രൈ ആയി വന്നു കേട്ടോ. നമ്മളിപ്പോൾ ഈ ചെമ്മീനായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനകത്തുനിന്ന് എടുക്കാം. ഒത്തിരി അങ്ങോട്ട് മുരിയിക്കണ്ട, അതായിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ ഈ ചെമ്മീൻ വറുത്തെടുത്ത അതേ എണ്ണയിലോട്ട് തന്നെ ഒരു 5-6 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇത്രയും ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ പച്ചമണം പോണവരൊന്ന് വരച്ചിട്ട് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഈ ഓയിൽ മാറ്റിയിട്ട് വേറെ ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ഈ ഓയിൽ തന്നെ ഉണ്ടാക്കുന്നത്, കാരണം നമ്മുടെ ചെമ്മീൻ്റെ ഫുൾ ഫ്ലേവർ ഈ ഓയിലുണ്ടാവും. ഇതിലുണ്ടാക്കുന്നത് തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് കിട്ടാത്ത. നന്നായിട്ട് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകണം. ഇപ്പൊ ഒരു 10 മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ട്. അതിന്റെ പച്ചമുളകൊക്കെ പോയിട്ട് നല്ലൊരു മണം വന്നുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ. അപ്പൊ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ നീളത്തില് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ സവാള ഉണ്ട്, ഇതിട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ച് കൊടുക്കട്ടെ. നമ്മൾ ഇത്ര നേരം തീ കുറച്ച് വെച്ചത് ചെമ്മീൻ വേവിക്കാനായിട്ട്. ഇനിയിപ്പോൾ സവാള ആവാനായിട്ട് നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാറ്, ഞാൻ ഓയിൽ ഉപയോഗിച്ചതെന്നുള്ളൂ. ഞാനപ്പോൾ കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുക്കുവാണ് ഇതിനകത്തോട്ട്. നമ്മൾ ഇട്ട് കൊടുത്ത സവാള, ഇഞ്ചിയും പച്ചമുളകൊക്കെ കുറച്ച് നന്നായിട്ട് ഒന്ന് വയന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് വെന്തിട്ട് ഉടയണ രീതിയിലായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് മതിയിട്ട് ഒത്തിരി അങ്ങനെ ബ്രൗൺ കളർ ആക്കണ്ട. നമ്മൾ ഇട്ട് കൊടുത്ത എണ്ണയുടെ ഉള്ളിലുണ്ടായ മസാലയാണ് ആ ബ്ലാക്ക് കളറായിട്ട് കാണുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി,
1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാലപ്പൊടിയാണ്. ഞാൻ പുറത്തുനിന്ന് അങ്ങനെ ഗരം മസാലപ്പൊടി മേടിക്കാറില്ല. അപ്പോൾ ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഒരു ദിവസം ഗരം മസാല ഉണ്ടാക്കുന്ന റെസിപ്പി ഷെയർ ചെയ്യാം. ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഈ തക്കാളി പേസ്റ്റിൻ്റെ ഉള്ളിൽ കിടന്ന് ഈ മസാലയും സവാളയൊക്കെ വെന്ത് എണ്ണ തെളിയുന്ന ഒരു സ്റ്റേജ് വരും. അത്രയും നേരം ഇതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്രേവി നമ്മുടെ ചട്ടിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി റെഡിയാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പാത്രത്തിൽ റെഡിയാക്കുന്നത്. പിന്നെ ചട്ടിയിലാകുമ്പോൾ അത്ര നന്നായിട്ട് കാണാനും പറ്റത്തില്ല. ശരിക്കുമുള്ള കുടുക്കാച്ചി ബിരിയാണിയിൽ അവർ അതിൻ്റെ ഗ്രേവി ആ കുടുക്കിയ പോലത്തെ ചട്ടിയിൽ തന്നെയാണ് റെഡിയാക്കുന്നത് കേട്ടോ. അതാണ് ശരിക്കും ആ മണ്ണിൻ്റെ ഒരു മഡിൻ്റെ ടേസ്റ്റ് വരുത്തുള്ളൂ നമ്മുടെ ഫുഡിലോട്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. പിന്നെ ഇതിപ്പോൾ കുടുക്കാച്ചി ബിരിയാണി ആക്കാണ്ട് നിങ്ങൾക്ക് സാധാ ബിരിയാണി ആക്കിയിട്ട് ഇതേപോലെ ദം ചെയ്തിട്ട് കഴിക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് ശരിക്കും ആ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മുടെ പ്രോൺസ് ഈ മസാല ഒന്ന് കിടക്കട്ടെ. എന്നാലും അതിൻ്റെ ഫ്ലേവർ ഫുള്ള് മസാലയിലോട്ടൊക്കെ ഇറങ്ങി പ്രോൺസിൽ എരിവും പുളിയൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സമയത്തിൽ നമുക്ക് ഇതിലോട്ട് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഈസ്റ്റേണിൻ്റെ പാൽപ്പൊടി കലക്കിയതാണ്, കോക്കനട്ട് മിൽക്കിൻ്റെ പൗഡർ. നിങ്ങൾക്ക് സാധാ തേങ്ങാപ്പാൽ എടുത്താലും മതി കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ തേങ്ങ നല്ലതൊന്നല്ല കിട്ടുന്നത്, ശ്രീലങ്കൻ തേങ്ങ കിട്ടണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പാലൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ പാൽപ്പൊടി തന്നെ ഉപയോഗിക്കാറ്. ഈ പാൽപ്പൊടി തന്നെയാണ് ഉപയോഗിക്കാറ് എപ്പോഴും. ഇത് ശരിക്കും നല്ല പാൽപ്പൊടിയാണ്. നമ്മൾ ശരിക്കും തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെക്കുന്ന സെയിം എഫക്റ്റ് തന്നെ കിട്ടും കറിയിൽ വെക്കാൻ. ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉപ്പില്ല, അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിയിലോട്ട് ആവശ്യമുള്ളത് ചേർത്താൽ മതി. നമ്മൾ റൈസിൽ നേരത്തെ ചേർത്തതാണ് ഉപ്പ്. ഇപ്പം നമ്മുടെ ഈ തേങ്ങാപ്പാലിൻ്റെ പച്ചമണമൊക്കെ പോയി കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ദം ചെയ്യാനുള്ള പാത്രമാണ് കിടക്കുന്നത്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കുടുക്ക അല്ലെങ്കിൽ മൺചട്ടി എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു പാത്രത്തിന് കേട്ടോ. കുറച്ചും കൂടി കുഴിയുള്ളതാണെങ്കിൽ നല്ലത്. ഞാനിപ്പോൾ കുറച്ച് വിസ്താരം കൂടിയിട്ട് കുഴി കുറഞ്ഞ ടൈപ്പ് എടുത്തേക്കുന്നത്. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ ഗ്രേവി ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ റൈസ് കുക്ക് ചെയ്യണത് ഇതിനു മുമ്പ് തന്നെ 2-3 ബിരിയാണിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ട്. ഞാൻ അതുകൊണ്ട് പിന്നെയും ഇതിൽ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അത് കാണണമെന്നുണ്ടെങ്കിൽ ആ റെസിപ്പീൻ്റെ ലിങ്ക് ഞാൻ ഫ്രണ്ടിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ബസ്മതി റൈസാണ് എടുത്ത് വെക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല ഉപയോഗിക്കാം. ഇതിൻ്റെ പൊക്കത്തോട്ട് കുറച്ചും കൂടി മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും സവാളയും മുന്തിരിങ്ങയൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് റൈസും കൂടി ഇട്ട് ഇതൊന്ന് ഫില്ല് ചെയ്യാം. ഇതിൻ്റെ പൊക്കത്തോട് കുറച്ചും കൂടി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ഇല്ല. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കണം, നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട്. അതേപോലെ തന്നെ നിങ്ങളടുത്ത് വാഴയില ഉണ്ടെങ്കിൽ വാഴയില വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനുശേഷം ടൈറ്റായിട്ടുള്ളൊരു ലിഡ് വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ദം ചെയ്യാനായിട്ട് കയറ്റാം. ഞാനപ്പോൾ ഗ്യാസിൽ തീ കുറച്ച് വെച്ച് ഇതൊന്ന് ദം ചെയ്യുവാണ് കേട്ടോ. ഇത് അവിടെ ഇരുന്നിട്ട് ഒരു 30 മിനിറ്റെങ്കിലും മാക്സിമം ദം ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. നന്നായിട്ട് ഫ്ലേവറൊക്കെ ഇറങ്ങി റെഡി ആവട്ടെ നമുക്ക്. അപ്പോൾ ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ ബിരിയാണി ഇപ്പോൾ ദം ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 25-30 മിനിറ്റിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ. ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലെ ചട്ടിയുടെ മണമൊക്കെ നന്നായിട്ട് എടുത്തറിയുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് വിളമ്പുന്നതിന് മുമ്പ് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുടുക്കാച്ചി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ സ്റ്റേ ഹെൽത്തി. ബൈ.